ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിഷു ഒക്കെ വരാറായല്ലേ? അപ്പോൾ വിഷുവിന് സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ശർക്കര ഉപ്പേരി അല്ലേ? പൊതുവേ ശർക്കര ഉപ്പേരി വീട്ടിലുണ്ടാക്കിയാൽ കറക്റ്റ് ആവുന്നില്ല, അത് തണുത്തു പോകുന്നു, ടേസ്റ്റ് കറക്റ്റ് ആവുന്നില്ല എന്നൊക്കെ മിക്കവാറും ആൾക്കാരുടെ പരാതിയാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഒരിക്കലും അത് തണുത്ത് പോകാത്ത രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് ശർക്കര ഉപ്പേരി വീട്ടിൽ തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നേന്ത്രക്കായ എടുത്തിട്ട് കുറച്ച് കനത്തിൽ തന്നെ ഇതാ 2 പീസാക്കി തോല് കളഞ്ഞതിന് ശേഷം കുറച്ച് കനത്തിൽ തന്നെ ഇതുപോലെ മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. മുറിച്ചെടുത്തതിന് ശേഷം ഇതിന് മഞ്ഞപ്പൊടിയിലിട്ടേക്കണം. ഇതാ ഇത്തിരി കനത്തിൽ തന്നെ വേണം മുറിച്ചെടുക്കാനായിട്ട്. നേരെ ഹാഫാക്കിയിട്ട് ഇതാ മഞ്ഞപ്പൊടിയിട്ട വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതാ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പാനൊന്ന് നന്നായിട്ട് എണ്ണ ചൂടാവുക. നന്നായി ചൂടായ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ അതിനെ അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കുക, അല്ലെങ്കിൽ അതൊന്നിച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ. എന്നിട്ട് ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സൗണ്ട് പോകുന്നവരെ വറക്കാം. അതായത് നല്ല ക്രിസ്പി ആവണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറക്കുമ്പോഴാണ് ഇത് തുടക്കത്തിൽ നമുക്കത് ക്രിസ്പിയായി ഫീൽ ചെയ്യുമെങ്കിലും ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കാനായിട്ട് പറയുന്നത്. ഇതുപോലൊന്നും ഒരിക്കൽ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾ പിന്നീട് ശർക്കര ഉപ്പേരി പുറത്തുനിന്ന് വാങ്ങിക്കുകയില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഇതായിട്ടില്ല. ഈ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന വരെ നമ്മൾ വറുത്തെടുക്കണം. സൗണ്ട് പോയിട്ട് കറക്റ്റ് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. ഉള്ളൊക്കെ പെർഫെക്റ്റായി കുക്കായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ കറക്റ്റായി വെന്തിട്ടുണ്ട്. സൗണ്ടൊക്കെ കണ്ടോ, നന്നായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ വാങ്ങി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും കുക്ക് ചെയ്യരുത്. അപ്പം നമ്മളതാ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വീട്ടിലുണ്ടാക്കുന്ന ശർക്കര ഉപ്പേരിയുടെ മണവും ടേസ്റ്റും ഡിഫറെൻ്റ് തന്നെയാണ്. അത് നമുക്ക് ടെംപ്റ്റിംഗ് ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ശർക്കര പാവാണ്. ഞാനിത് ഓൾറെഡി ശർക്കര പാവ് ഉണ്ടാക്കി വയ്ക്കാൻ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലെ വൃത്തികേടൊക്കെ കളഞ്ഞു വെച്ചതാണ്, കല്ലും സാധനങ്ങളൊക്കെ കളഞ്ഞു വെച്ചാണ്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചുക്കും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. ഇതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഇനി ഒരു അടിക്കാനുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, നല്ലോണം വെള്ളം പോലെയുള്ള പാവായിരുന്നു ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് കമ്പിപ്പരുവം ആവുന്ന വരെ നമ്മളതിനെ കുറുക്കിയെടുക്കണം. കമ്പിപ്പരുവമായാൽ മാത്രമേ നമ്മളിടാൻ പാടുള്ളൂ. അതാണ് ശർക്കര ഉപ്പേരിയിൽ പ്രധാനപ്പെട്ടത്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതിപ്പോൾ കുറുകി എന്ന് തോന്നുമെങ്കിലും പലപ്പോഴും കുറുകിയത് മതിയാവില്ല. കുറുകിയത് മതിയാവോ, അത് കമ്പിപ്പരുവമായോ എന്ന് നോക്കേണ്ടത് നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു നുള്ളി ഇതിട്ട് കൊടുക്കുക. ഇതുപോലെ ശർക്കരപ്പാവ് കരിയാൻ പാടില്ല. ഇത് കണ്ടോ, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളത് നല്ല തിക്കാവുന്നുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ തിക്കായിട്ടില്ല, കണ്ടോ, അതിൽ അലിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അലിഞ്ഞു പോകരുത്. കമ്പി പരുവാണ്. നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ കയ്യിൽ ഒരു നീളത്തിൽ കമ്പിയുടെ സ്ട്രിങ് പോലെ ആവണം. ഇപ്പോൾ കണ്ടോ, നല്ലോണം വെള്ളമൊക്കെ കുറുകി. ഇപ്പോൾ ഒന്നും കൂടി ഇട്ട് നോക്കാം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനം, നമ്മളുടെ ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കും ജീരകവും നമ്മുടെ പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അതും ഈ ശർക്കര ഉപ്പേരിയുടെ പ്രധാനപ്പെട്ട ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് തന്നെയാണ്. അതിതായിട്ടു ഇനി വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനെ കൈവിടാതെ ഇളക്കിയെടുക്കുക കേട്ടോ. താഴ്ത്തി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് എപ്പോഴും ചെയ്യുമ്പോഴും താഴ്ത്തി വെച്ച് ചെയ്യുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്നല്ലാതെ കറക്റ്റായിട്ട് ടേസ്റ്റിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ശർക്കര ഉപ്പേരിയിൽ ഇതെല്ലാം പിടിച്ചു. കൂടാതെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നമ്മളുടെ ഉയർന്ന് കിട്ടാൻ ഈ പഞ്ചസാര ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, മുകളിലൊരു കോട്ടിങ് ഒന്നും കൂടി ആവാനും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ പാത്രത്തേക്ക് മാറ്റമുണ്ടോ, എക്സസ് ആയിട്ടുള്ളത് അവിടെ സൈഡിൽ കിടക്കുകയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ശർക്കര ഉപ്പേരി വീട്ടിൽ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഈ രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവുകയില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.